ത്രിയേക ദൈവത്തിന് സ്തുതി. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 32 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. നേരം നന്നേ വൈകിയിട്ടുണ്ട്, ആയിരക്കണക്കിന് ആളുകളുമുണ്ട്, നിർജ്ജന പ്രദേശവുമാണ്. എങ്കിലും യേശുവിനോടൊപ്പം തൻ്റെ ശിഷ്യന്മാരും ആ ജനവും ഒരുമിച്ച് നിന്നപ്പോൾ അത്ഭുതം സംഭവിക്കുകയാണ്. അങ്ങനെ ഒരുമിച്ച് ഐക്യതയോടെ നിന്നാൽ ഏത് വൈകിയ നേരത്തും അത്ഭുതം സംഭവിക്കും എന്ന് വായനക്കാരെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ വേദഭാഗമാണ് ഇത്. അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി. അവർ പോകുന്നത് പലരും കണ്ടു അറിഞ്ഞു. എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടേക്ക് ഓടി അവർക്ക് മുമ്പേ എത്തി. അവൻ പടകിൽ നിന്ന് ഇറങ്ങി വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. വാക്യം 32, 33, 34. ആഗ്രഹിച്ച ഏകാന്തതയ്ക്ക് പകരം ആഗ്രഹിക്കാത്ത ജനസമുദ്രത്തെ ഒരുക്കി അത്ഭുതം സൃഷ്ടിക്കുന്ന ദൈവം ഈ വരിയിൽ ഉണ്ട്. യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് ഏകാന്തതയാണ്, പക്ഷെ മുമ്പിൽ ഒരു ജനസഞ്ചയത്തെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഒറ്റയ്ക്കായിരുന്നുവെങ്കിൽ ഈ അടയാളം നടക്കില്ലായിരുന്നു. എല്ലാവരും കൂടെ ഒന്നിച്ചതിനാൽ ആ നിർജ്ജന സ്ഥലം അടയാളത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും അക്ഷരക്കൂട്ടുകളായി മാറി. യേശു കർത്താവ് ആഗ്രഹിച്ചതിന് വിപരീതമായി സംഭവിച്ചപ്പോൾ വിഘടിച്ച് നിൽക്കുകയല്ല, മറിച്ച് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ ആവശ്യവും അവസ്ഥയും ആരാഞ്ഞറിഞ്ഞ് ആദ്യം ഉപദേശവും ശേഷം ഉണ്ണാനും കൊടുത്ത് യാത്രയാക്കാൻ ഇഷ്ടപ്പെടുന്ന കർത്താവ് വായനക്കാരെ അതിശയിപ്പിക്കുകയാണ്. ഒറ്റയ്ക്കിരിക്കാം എന്നാഗ്രഹിക്കുമ്പോൾ ആയിരങ്ങൾ മുമ്പിൽ നിൽക്കുന്നത് ആർക്കും അരിശമുണ്ടാക്കും. പക്ഷെ വരുന്ന ഒരാളെയും സങ്കടപ്പെടുത്തി മടക്കി അയക്കുകയല്ല, അവരെ ചേർത്ത് നിർത്തി ഇടപെടുന്നത് മാതൃകാപരം തന്നെ. അല്ലെങ്കിലും കർത്താവിനറിയാം താൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഒറ്റയ്ക്കിരിക്കാനല്ല, മറിച്ച് ഈ ജനത്തിന് വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷയ്ക്കാണ് എന്ന്. ചുരുക്കത്തിൽ യേശു കർത്താവിൻ്റെ ജീവിതം തനിക്ക് അവകാശപ്പെട്ടതല്ല, മറിച്ച് മറ്റൊരുപാട് പേർക്ക് അവകാശപ്പെട്ടിട്ടുള്ളതാണ് എന്ന ബോധം ഭരിക്കുന്നത് കൊണ്ട് മുമ്പിൽ രൂപപ്പെട്ട ആ രംഗത്തെ സുന്ദരമാക്കാൻ കർത്താവിന് കഴിയുകയാണ്. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതിനും വിചാരിക്കുന്നതിനും പകരം ഒട്ടും ആഗ്രഹിക്കാത്തതും വിചാരിക്കാത്തതുമായ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുമ്പോൾ ദുഃഖിച്ചും പഴി പറഞ്ഞും പരാതി പറഞ്ഞും രംഗത്തെ വഷളാക്കുന്നതിന് പകരമായി ലഭിച്ച സാഹചര്യത്തിൻ്റെ സൗന്ദര്യത്തെ കാണാനും എന്നിട്ട് ആ രംഗത്തെ ഇത്തിരി കൂടി ഭംഗിയാകും വിധം കാര്യങ്ങളെ ചെയ്തെടുക്കാനും കൃപ ലഭിക്കേണ്ടതുണ്ട് എന്നും കൂടെ ധ്യാനിക്കുകയാണ്. അവൻ അവരോട്, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട്, ചെന്ന് നോക്കുവീൻ എന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5, 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട് എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു. അവർ 100ഉം 50ഉം വീതം നിരയായി ഇരുന്നു. വാക്യം 38, 39, 40. വാഴ്ത്തപ്പെടുന്നതിൻ്റെ ആദ്യ പടി പന്തിയായുള്ള ഇരിപ്പാണ്. ഈ നിർജ്ജന പ്രദേശത്ത് വന്നവരെല്ലാവരും നിരയായി ഇരുന്നിട്ട് എന്താണ് ഗുണം? ഇരുട്ടിൻ്റെ കനം പിന്നെയും കൂടുമ്പോൾ എന്ന് മാത്രമല്ല, ഒന്നിച്ച് പന്തിയായി ഇരിക്കാൻ പല തടസ്സങ്ങളുമാണ്. ഇരുന്നാലോ അപ്പം എവിടെ നിന്ന് വരും? ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ലെന്ന് അറിയാമായിരുന്നിട്ടും ഒരുമിച്ച് ഇരുന്നപ്പോൾ അപ്പക്കഷണങ്ങളെയും മീനുകളെയും കർത്താവ് വാഴ്ത്തുകയാണ്.
ഇവിടെ ഇരുന്ന് നേരം കളയുന്നതിനേക്കാൾ ഇനിയും ഒത്തിരി ഇരുട്ടാകും മുമ്പേ വീട് പിടിക്കാം എന്ന് കരുതി ഇരിക്കാതിരിക്കാൻ ഒത്തിരി സാധ്യത ആ ജനത്തിൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ എല്ലാവരും ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ വിശ്വാസം കേവലം കുറെ വാക്കുകളായി പോകരുത്. പിന്നെയോ വിശ്വാസത്തെ പ്രയോഗങ്ങളിൽ എത്തിക്കാൻ ആയാൽ അത് അനുഗ്രഹത്തിൻ്റെ ഉദ്ഘാടന കർമ്മമായി മാറും എന്ന് ഓർക്കാൻ ഇടയാകുകയാണ്. ഓർത്തു നോക്കുമ്പോൾ ഈ ആയിരക്കണക്കിന് ആളുകളെ പന്തി പന്തിയായി ഇരുത്തുന്നതിന് അധിക സമയം പോലും വേണ്ടി വന്നില്ല. അവർ ഉടനെ ഇരുന്നു. ജനം ഇരുന്നപ്പോൾ തന്നെ കർത്താവ് അപ്പമീനുകളെ വാഴ്ത്തുകയാണ്. ചുരുക്കത്തിൽ കർത്താവ് ആദ്യം വാഴ്ത്തട്ടെ, പിന്നെ ഇരിക്കാം എന്നും പറഞ്ഞ് ആരും മാറി നിൽക്കുന്നത് കാണുന്നില്ല. പിന്നെയോ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് വലിയൊരു അത്ഭുതത്തിനും വാഴ്ത്തപ്പെടലിനും കാരണമായി തീരുകയാണ്. കർത്താവിൻ്റെ വാക്കുകൾക്ക് വില കൊടുത്താൽ ഉറപ്പായും അവിടെ ഒരു വാഴ്ത്തപ്പെടലുണ്ട് എന്ന് ധ്യാനിക്കുകയാണ്. എല്ലാവരും തിന്ന് തൃപ്തരായി. കഷണങ്ങളും മീൻ നുറുക്കും 12 കൊട്ട നിറച്ചെടുത്തു. അപ്പം തിന്നവരോ 5000 പുരുഷന്മാർ ആയിരുന്നു. വാക്യം 42, 43, 44. ഒന്നിനെയും പാഴെന്നും പ്രയോജനമില്ലാത്തതെന്നും കരുതി കളയരുത് എന്ന് ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ വാക്യങ്ങളാണിത്. വന്നവരും നിന്നവരും എല്ലാം ഭക്ഷിച്ചു. ഇനി എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്കങ്ങ് മടങ്ങാം എന്നതല്ല. നമുക്ക് ആവശ്യമില്ലാത്തതിനെപ്പറ്റി ഓർക്കാൻ സമയവുമില്ല, താല്പര്യവുമില്ലാത്ത കാലമാണ് ഇത്. പക്ഷേ യേശു കർത്താവ് ഓർക്കുകയാണ്. അഭിഷേകത്തിനുള്ള എണ്ണയുമായി ഇശായിയുടെ ഭവനമുറ്റത്ത് നിൽക്കുമ്പോൾ 7 പുരുഷന്മാരും അവൻ്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോഴും ശമൂവേൽ പ്രവാചകന്റെ കൈ ഉയരുന്നില്ല. മനസ്സ് പറയുകയാണ്, ഇനിയും മറ്റൊരാൾ ഉണ്ടെന്ന്. പക്ഷേ അവൻ ആട്ടിടയനാണ് എന്ന് അപ്പൻ. എന്നാൽ അവനും കൂടെ വരട്ടെ. അങ്ങനെയാണ് ദൈവം. ആരെയും മാറ്റി നിർത്താനോ വേണ്ടെന്ന് വെക്കാനോ ഇഷ്ടമില്ലാത്ത യേശു കർത്താവ് എല്ലാവരും പ്രധാനമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ആരെയും ദൈവം എടുത്ത് ഉപയോഗിക്കാറുമുണ്ട്. കൊലയാളിയായി വെല്ലുവിളിച്ചുകൊണ്ട് നടന്ന ശൗലിനെ സഭയുടെ ശില്പിയും പണിക്കാരനുമാക്കിയതും അതിശയകരമല്ലേ? ചുരുക്കത്തിൽ എന്തിലും ആരിലും ഒരു അത്ഭുതവും സാക്ഷ്യവും ഒളിച്ചിരിപ്പുണ്ടെന്ന് കർത്താവിനറിയാം. ബാക്കി വന്നതിനെയും ഒരാവശ്യവും ഇല്ലെന്ന് വിചാരിക്കുന്നവയെയും കൊണ്ട് അത്ഭുതം ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഒരു പ്രയോജനവും ഇല്ലെന്ന് കരുതി കളയരുത്. പിന്നെയോ കർത്താവിന് അവയെയും കൊണ്ട് ആവശ്യമുണ്ട്. ആമേൻ.